എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാസ് ബീൻ, ഹാവ് ബീൻ എന്ന വാചകം ഉപയോഗിച്ച് നിത്യജീവിതത്തിൽ ആവശ്യം വരുന്ന ഒരു 36 സെൻറ്റൻസുകളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിൻ്റെ മെയിൻ ഉപയോഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, അതുപോലെ കഴിഞ്ഞു പോയൊരു കാര്യം, അതിനിപ്പോഴും പ്രസക്തി ഉണ്ടെങ്കിൽ, ട്രാവൽ എക്സ്പീരിയൻസ് പറയാൻ, പാസീവ് വോയിസ് ഉണ്ടാക്കാൻ. ഇവിടെ ഞാൻ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ളൊരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് വോയിസ് വരുമ്പം ദ ഷെഫ് കുക്ക്ഡ് എ ഡെലീഷ്യസ് മീൽ. ഷെഫ് ഒരു രുചികരമായ ഭക്ഷണം പാചകം ചെയ്തു. പാസീവ് വോയിസിലേക്ക് വരുമ്പോഴോ എ ഡെലീഷ്യസ് മീൽ വാസ് കുക്ക്ഡ് ബൈ ദ ഷെഫ്. ഒരു രുചികരമായ ഭക്ഷണം ഷെഫ് പാചകം ചെയ്തു. പാസീവ് വോയിസിൽ ഭക്ഷണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ആക്റ്റീവിൽ ഷെഫിനാണ്. സോ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. നമ്മുടെ എക്സാമ്പിൾസിൽ പാസീവ് വോയിസും ഉണ്ട്, ആക്റ്റീവ് വോയിസും ഉണ്ട്. വീഡിയോ അവസാനം വരെ കണ്ട ശേഷം ഇതിൽ പാസീവ് വോയിസ് ഏതൊക്കെയാണെന്ന് ഒന്ന് കോമൻറ്റ് ചെയ്യൂ. അതാണ് നിങ്ങളുടെ ടാസ്ക്. ഇതെല്ലാം എക്സാമ്പിൾ സെൻറ്റൻസസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. വീഡിയോയുടെ അവസാനം ഞാൻ ഇതിൻ്റെയൊക്കെ ഫോമുല കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ പ്രൊനൗൺസിയേഷൻ, ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യും എന്ന് നോക്കാം. ഇത് ബീൻ എന്നാണ് പറയുക, ഇത് ബിൻ എന്നും പറയും. ഇപ്പം ഇവിടെ ഐ ഹാവ് ബീൻ ടു പാരീസ്, ഇതിന് നമുക്ക് ഐ ഹവ് ബീൻ ടു പാരീസ് എന്ന് പറയാം. അതുപോലെ ഷി ഹാസ് ബീൻ സ്റ്റഡിയിങ് ഓൾ ഡേ, ഇതിന് നമുക്ക് ഷീസ് ബീൻ സ്റ്റഡിയിങ് ഓൾ ഡേ ഇങ്ങനെ പറയാം. അതുപോലെ കുറച്ച് റൂൾസ് ഉണ്ട്. ആദ്യം തന്നെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ്, അതുപോലെ സിംഗുലർ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, ഇതിൻ്റെയൊക്കെ കൂടെ ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഐ, യു, ദേ, വി, ഇങ്ങനെയാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെൻറ്റൻസസിലേക്ക് പോകാം. I have been here for an hour. ഒരു മണിക്കൂറായി ഞാനിവിടെ വന്നിട്ട്. She has been to the park many times. അവൾ പലതവണ പാർക്കിൽ പോയിട്ടുണ്ട്. They have been friends since childhood. കുട്ടിക്കാലം മുതൽ അവർ സുഹൃത്തുക്കളാണ്. He has been sick for a few days. അവൻ കുറച്ച് ദിവസങ്ങളായി അസുഖബാധിതനാണ്. I have never been on a train. ഞാൻ ഒരിക്കലും ട്രെയിനിൽ പോയിട്ടില്ല. We have been waiting for you. ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. Have you been to the new restaurant? നിങ്ങൾ പുതിയ റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടോ? Have you been to Paris? നിങ്ങൾ പാരീസിൽ പോയിട്ടുണ്ടോ? I have been living in this city for 10 years. 10 വർഷമായി ഞാൻ ഈ നഗരത്തിൽ താമസിക്കുന്നു. She has been a teacher since 2005. അവൾ 2005 മുതൽ ഒരു അധ്യാപികയാണ്. I have been working on my project all week. ഞാൻ ഈ ആഴ്ച മുഴുവൻ എൻ്റെ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നു. She has been learning Spanish for 6 months. 6 മാസമായി അവൾ സ്പാനിഷ് പഠിക്കുന്നു. They have been enjoying their vacation in Italy. അവർ ഇറ്റലിയിൽ അവധിക്കാലം ആസ്വദിക്കുകയായിരുന്നു. He has been known for his kindness in the community. അവൻ സമൂഹത്തിൽ തന്റെ ദയ കൊണ്ട് അറിയപ്പെടുന്നു. We have been discussing our plans for the party. ഞങ്ങൾ പാർട്ടിക്കുള്ള ഞങ്ങളുടെ പദ്ധതികൾ ചർച്ച ചെയ്യുകയാണ്. I have been trying to improve my writing skills. ഞാൻ എൻ്റെ എഴുത്തിന്റെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. Have you ever been to a live concert? നിങ്ങൾ തത്സമയ സംഗീത പരിപാടിക്ക് പോയിട്ടുണ്ടോ?
She has been feeling better since she started exercising. അവൾ വ്യായാമം ആരംഭിച്ചതു മുതൽ അവൾക്ക് കൂടുതൽ നല്ലതായി തോന്നുന്നു. I have been meaning to ask you about your experience in marketing. മാർക്കറ്റിംഗിലെ നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. They have been collaborating on this research for years. വർഷങ്ങളായി അവർ ഈ ഗവേഷണത്തിൽ സഹകരിക്കുന്നു. He has been awarded several prizes for his contributions to science. ശാസ്ത്രരംഗത്തെ സംഭാവനകൾക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. We have been analyzing the data to find meaningful patterns. അർത്ഥവത്തായ പാറ്റേണുകൾ കണ്ടെത്താൻ ഞങ്ങൾ ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been reflecting on my goals and aspirations lately. ഈയിടെയായി ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് ആലോചിക്കുന്നുണ്ട്. They have been experiencing significant growth in their business. അവർ തങ്ങളുടെ ബിസിനസ്സിൽ കാര്യമായ വളർച്ച കൈവരിക്കുന്നു. I have been exposed to different cultures through my travels. എൻ്റെ യാത്രകളിലൂടെ വ്യത്യസ്തമായ സംസ്കാരങ്ങളെ ഞാൻ തുറന്നുകാട്ടി. He has been recognized as a leader in his field due to his innovative ideas. അദ്ദേഹത്തിൻ്റെ നൂതന ആശയങ്ങൾ കാരണം അദ്ദേഹം തൻ്റെ മേഖലയിലെ ഒരു നേതാവായി അംഗീകരിക്കപ്പെട്ടു. I have been advised to take a break from work. എനിക്ക് ജോലിയിൽ നിന്ന് വിശ്രമം എടുക്കാൻ ശുപാർശ നൽകിയിരിക്കുന്നു. She has been involved in charity work for several years. അവൾ നിരവധി വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. They have been attending workshops to enhance their skills. അവർ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുകയാണ്. I have been focusing on my health and well-being. ഞാൻ എൻ്റെ ആരോഗ്യവും ക്ഷേമവും നന്നാക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. He has been influential in shaping public opinion. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. Money has been received. പണം ലഭിച്ചിട്ടുണ്ട്. Recharge has been completed. റീചാർജ് പൂർത്തിയായി. Account has been created. അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. Account has been suspended. അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു. Electricity has been restored. വൈദ്യുതി പുനഃസ്ഥാപിച്ചു. അപ്പോൾ നമുക്ക് ഫോർമുലയിലേക്ക് പോകാം. നിങ്ങൾ സക്സസ്ഫുള്ളി 2 ടെൻസസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റും. ഇതിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങിയൊരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെൻസ് യൂസ് ചെയ്തിട്ടത് പറയാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഇതാണ് അതിൻ്റെ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഫോർമുല. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് വരികയാണെങ്കിൽ പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തൊരു ആക്ഷൻ പക്ഷേ അതിൻ്റെ ഒരു റെലവൻസ് ഇപ്പോഴും ഉണ്ട്, അതിനൊരു പ്രസക്തി ഇപ്പോഴും ഉണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെൻസാണത്. ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ്. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലൂടെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഒരു പോഡ്കാസ്റ്റാണ്. അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ.